വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. സിബി ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ ആയിരുന്നു. വലിയൊരു വിവാദമായിരുന്നു. ഇപ്പോഴിത് ആരോഗ്യ രംഗത്ത് ക്യൂബയുമായി സംസ്ഥാന സർക്കാർ എന്തൊക്കെയോ കരാറുകളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നതായ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ക്യൂബൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ക്യാൻസർ വാക്സിൻ, അതോടൊപ്പം തന്നെ ഡെങ്കു വാക്സിൻ, അതോടൊപ്പം തന്നെ ന്യൂറോ വാക്സിൻ, ഇങ്ങനെ കുറെ വാക്സിനിൽ കുറെ റിസർച്ചും കാര്യങ്ങളുമൊക്കെ നടത്തി കേരളത്തിൽ ക്യൂബയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാക്സിൻ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഡൽഹിയിൽ പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 195 രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലെ 129ാമത്തെ റാങ്കിങ്ങിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഹെൽത്ത് റാങ്കിങ്ങിൽ 129ാമത് കിടക്കുന്ന ഒരു രാജ്യമാണ് ക്യൂബ എന്ന് പറയുന്നത്. അതേസമയം ഇന്ത്യ എന്ന് പറയുന്നത് 66ാമത്തെ റാങ്കിൽ ഉള്ള ഒരു രാജ്യമാണ്, നമ്മുടെ സ്വന്തം ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 25ഓളം വാക്സിൻ റിസർച്ച് സെന്ററുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജി, അത് തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പോൾ ഇവിടെയൊന്നും ഇന്ത്യയിൽ ലഭിക്കാത്ത എന്ത് സാങ്കേതിക വിദ്യയാണ് ക്യൂബയിൽ നിന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിട്ട് അത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവിടെ വാക്സിൻ വികസിപ്പിച്ചെടുക്കും എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിലെ തന്നെ വാക്സിൻ ഗവേഷണ കേന്ദ്രങ്ങളിൽ വികസിപ്പിച്ചെടുത്തുള്ള വാക്സിനുകൾ ഇപ്പോൾ തന്നെ ലഭ്യമാണ്. അതോ കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ നിലവിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ ക്യൂബൻ സാങ്കേതിക വിദ്യ കൊണ്ട് കേരളത്തിൽ മെഡിക്കൽ കോളേജുകളുമായി ചേർന്നുകൊണ്ട് വാക്സിൻ വികസിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇതിൽ വലിയൊരു കച്ചവടമുണ്ടോ, വലിയൊരു അഴിമതി ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനു മുമ്പ് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലൊക്കെ കിറ്റ് വാങ്ങിയതിലും അതോടൊപ്പം തന്നെ ഈ മാസ്ക് വാങ്ങിയതിൽ വരെ അഴിമതി നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ആരോഗ്യമന്ത്രി നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചമില്ലാതെ, കാരണം ക്യൂബയെ പോലെ 129ാം സ്ഥാനത്ത് കിടക്കുന്ന ഒരു രാജ്യവുമായിട്ടൊക്കെ എന്തിനാണ് അവരുടെ സാങ്കേതിക വിദ്യ നമുക്ക് ഏത് തരത്തിൽ പ്രയോജനപ്പെടും എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം 25ഓളം വാക്സിൻ ഗവേഷണ കേന്ദ്രങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്ത്യയിൽ ഇത്രയും ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളപ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ വേണ്ട, ഞങ്ങൾക്ക് കേരളത്തിന് ക്യൂബയുടെ മതി എന്ന് പറയുന്നതിലെ കച്ചവടം അല്ലെങ്കിൽ അതിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന അഴിമതിയെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ക്യൂബ എന്നൊക്കെ പറയുന്ന CPM എന്നത്തെ ഒരു ആവേശം ജനിപ്പിക്കുക, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് താല്പര്യത്തിന്റെ ഒക്കെ പേരിലായിരിക്കും അല്ലേ ക്യൂബ? അല്ല, കമ്മ്യൂണിസ്റ്റ് ക്യൂബ എന്ന് പറഞ്ഞാൽ എവിടെ ദാരിദ്ര്യമുണ്ടോ അവിടെ കമ്മ്യൂണിസം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ദാരിദ്ര്യമില്ല എങ്കിൽ അവിടെ കമ്മ്യൂണിസം നിലനിൽക്കില്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം ദാരിദ്ര്യം മാറി എല്ലാവരുടെ കൈകളിലും എല്ലാവർക്കും തൊഴിൽ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിസം ഉണ്ടാവത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ വലിയൊരു ദാരിദ്ര്യത്തിലേക്കാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദാരിദ്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ സർക്കാരിന് കിറ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, സർക്കാരിന് എന്താ പറയുക തൊഴിലില്ലായ്മ വേതനം നൽകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വാർദ്ധക്യ പെൻഷൻ നൽകേണ്ടി വരുന്നില്ല. കാരണം എല്ലാ വീടുകളിലും തൊഴിലാവുകയും എല്ലാവരും ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നേടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സർക്കാർ എന്ന് പറയുക, ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആരും ഗൗനിക്കാൻ നിൽക്കത്തില്ല. കമ്മ്യൂണിസം ഇവിടെ ഇല്ലാതാവും. കാരണം ദാരിദ്ര്യം എവിടെയുണ്ടോ അവിടെ മാത്രമേ കമ്മ്യൂണിസം നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഈ ദാരിദ്ര്യം നിലനിർത്തേണ്ടത് കമ്മ്യൂണിസത്തിന്റെ ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ കേരളത്തിലെ ആശുപത്രികളെ സംബന്ധിച്ച് ഈ ഒരു ഭരണകാലം വലിയ പരാതികളാണ്. മിക്ക ദിവസങ്ങളിലും ഗുരുതരമായ പിഴവുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് വരും. ഇപ്പം കോഴിക്കോടൊക്കെ നമ്മൾ നിരന്തരം കാണുന്നതാണ്. ആരോഗ്യരംഗം ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ? നമ്മൾ ഒരു കാര്യം നോക്കുക. കാരണം ഈ ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന നിലവിലത്തെ ആരോഗ്യമന്ത്രി, നമ്മൾ അവരെ എന്താ പറയുക, അവരെ ടാർഗറ്റ് ചെയ്ത് ആരോപണങ്ങൾ ഉന്നയിക്കുകയോ വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. പക്ഷേ കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും പക്വതയില്ലാത്ത ഒരു മന്ത്രിയാണ് വീണ ജോർജ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അവരെടുക്കുന്ന പല തീരുമാനങ്ങളും, കാരണം ഈ ഒരു മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വകുപ്പുമായി ബന്ധപ്പെട്ട് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഞാൻ പിടിക്കുന്നത് മാത്രമേ നടക്കാൻ പാടുള്ളൂ, ഞാൻ പറയുന്നത് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് ഒരു അഡ്മിനിസ്ട്രേറ്ററും കരുതാൻ പാടില്ല. കാരണം ആശാ വർക്കർമാരുടെ സമരം ഇത്രയും ദിവസമായിട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നിട്ട് ഇത് വളരെ നിഷേധാത്മകമായ നിലപാടുകളുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്ന് മനസ്സിലാക്കുക. അവർ ഭരിക്കുന്ന സമയത്ത് ആശുപത്രികളിൽ പ്രശ്നങ്ങളുണ്ടാവും.
ഇവർ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ കോഴിക്കോട് സംഭവം നമുക്കറിയാം. മെഡിക്കൽ കോളേജിൽ കത്രിക വയറിനകത്ത് വെച്ച് ഓപ്പറേഷൻ ചെയ്ത് ആ സ്ത്രീ പരാതി നൽകിയപ്പോൾ അതിന് ശേഷമുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ പല ആശുപത്രികളിലും മരുന്നുകളില്ലാത്ത അവസ്ഥ, അവിടെ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ നിലനിൽക്കുകയാണ്. ആരോഗ്യ മേഖലയെ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞു എന്നുകൊണ്ട് നമ്മൾ കരുതാനായിട്ട്. കാരണം ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ, കാരണം ഈ താലൂക്ക് ആശുപത്രികളും ജനറൽ ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും നിർമ്മിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ആരോഗ്യ മേഖലയിൽ പുതിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനും ആരോഗ്യ മേഖലയിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താനും ഒക്കെയുള്ള പുതിയ പദ്ധതികളെ കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് ആര് തയ്യാറാവണം? ആരോഗ്യവകുപ്പ് തയ്യാറാണ്. ഇതിനൊന്നും തയ്യാറാവുന്നില്ല. കാരണം ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും ഉദ്യോഗസ്ഥർ അനുസരിക്കാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നെ ഈ ആരോഗ്യമന്ത്രി പറഞ്ഞ ഉദ്യോഗസ്ഥർ അനുസരിക്കുമോ? അപ്പോൾ ആരോഗ്യ മേഖല പൂർണ്ണമായും ഒരു തകർച്ചയുടെ വക്കിലാണ്. കാര്യം എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും പെയിന്റ് അടിച്ച് തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എല്ലാ ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും ഒക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയത് കൊണ്ടോ അവിടെ നല്ല 3-4 കോട്ട്സ് എഴുതി വെച്ചത് കൊണ്ടോ ഒന്നും നമ്മുടെ ആരോഗ്യ മേഖല രക്ഷപ്പെടത്തില്ല. സാധാരണക്കാരൻ ആശ്രയിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് മരുന്നുകൾ എത്തണം, ആവശ്യത്തിന് സ്റ്റാഫ് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആരോഗ്യ മേഖല വികസിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മെഡിക്കൽ പഠനത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾ മറ്റ് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അതേപോലെ തന്നെ ഇവിടെയാണെങ്കിലും മികച്ച രീതിയിൽ പഠിച്ചിട്ട് തൊഴിലിന് വേണ്ടി മറ്റ് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ടാകും കേരളം, അല്ലെ പ്രധാനമായും കേരളം എന്തുകൊണ്ടായിരിക്കും നമ്മുടെ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ചൂസ് ചെയ്യാത്തത് ജോലി ചെയ്യാനുള്ള ഇടമായി? കാരണം കാലത്തിനനുസരിച്ച് നമ്മുടെ ആരോഗ്യ മേഖല മാറിയിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ഹെൽത്ത് കെയർ മേഖലയിലേക്കുള്ള എക്സ്പോർട്ട്, മാൻ പവർ എക്സ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഡോക്ടർമാരായാലും ശരി, നഴ്സുമാരായാലും ശരി, നഴ്സിംഗ് കെയർ സ്റ്റാഫ് ആണെങ്കിലും ശരി. പക്ഷേ ഈ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ആളുകളെ ഉപയോഗിച്ച്, ആ മാൻ പവർ ഉപയോഗിച്ച് നമുക്ക് കേരളത്തിൽ തന്നെ ഒരു ഹെൽത്ത് കെയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ ഒരു ഹെൽത്ത് കെയർ സിറ്റിയൊക്കെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള വരുമാനം നൽകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഗവൺമെന്റ് ഫീസിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ഒരു 5 വർഷത്തേക്കെങ്കിലും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യണം എന്നൊരു നിബന്ധനയെങ്കിലും സർക്കാർ വെക്കേണ്ടതുണ്ട്. കാരണം ഇത് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ വിദേശത്തേക്ക് പലായനം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ അകത്തൊക്കെ കൃത്യമായ ഒരു നയരൂപീകരണം നടത്തേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നയരൂപീകരണമൊന്നും നടത്താതെ ഇവർക്ക് തോന്നിയ പോലെ തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മന്ത്രിയെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്ന് നമ്മൾ പറയില്ലേ, കണ്ണിൽ പൊടിയിടുന്ന പ്രവർത്തികൾ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം അതിനൊക്കെ അപ്പുറത്ത് ഇവരെ ഈ പിന്നിലേക്ക്, ഇവരൊരു നല്ല ഭരണകർത്താവല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവരുടെ ചില പിടിവാശികളുണ്ട്. അത് നിയമസഭയ്ക്കകത്ത് തന്നെ പറയുന്ന ചില പിടിവാശികൾ. അതിൽ ആ പിടിവാശിയുടെ കാരണം, ആ പിടിവാശി മൂലമാണ് കഴിഞ്ഞ 41 ദിവസമായിട്ട് ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് മഴയും വെയിലും കൊണ്ട് ആ തെരുവിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇരിക്കേണ്ടി വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഏറ്റവും അധികം അഴിമതിക്ക് സാധ്യതകളുള്ള ഒരു വകുപ്പ് കൂടിയാണ്. കാരണം ആരും വിമർശിക്കില്ലല്ലോ. വിമർശിച്ചാൽ മരണത്തിന്റെ വ്യാപാരികൾ എന്നൊക്കെയുള്ള പേര് UDF തന്നെ പല നേതാക്കന്മാർക്കും കിട്ടിയിട്ടുള്ളതാണ്. അഴിമതിക്ക് വലിയ രീതിയിലൊരു കൂത്തരങ്ങായി ആരോഗ്യവകുപ്പ് മാറുന്നില്ല. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പല ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും സ്കാനിങ് സെന്ററുകളുണ്ട്. ഇവിടെ ഈ സ്കാനിങ് സെന്ററുകളിലെ മെഷീൻസ് പലതും വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഈ മെഡിക്കൽ കോളേജുകളുടെയും ജനറൽ ആശുപത്രികളുടെയൊക്കെ പരിസരത്തായിട്ട് ഒരുപാട് സ്കാനിങ് സെന്ററുകളുണ്ട്. മെഡിക്കൽ കോളേജിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കാനിങ് മെഷീൻ എത്തിക്കഴിഞ്ഞാലും അത് ഉടൻ തന്നെ അത് കംപ്ലൈൻ്റ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കാനും അതിനുശേഷം നമ്മളുടെ ആശുപത്രികളിലെ മെഷീനറി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ട രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊരു അഴിമതിയാണ്. സ്കാനിങ് സെന്ററുകളുടെ കാര്യത്തിൽ അത് വലിയ അഴിമതിയാണ്. കാരണം 12,000 15,000 ഒക്കെ വരുന്ന സ്കാനിങ്ങുകളുണ്ട്. CT സ്കാനിങ് ഉൾപ്പെടെയുള്ള സ്കാനിങ്ങിലേക്ക് പോകുന്നതിന് വലിയ തുക ഏർപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് പലർക്കും പണം കൊടുക്കാൻ ബാക്കിയുണ്ട്. പക്ഷെ പണം അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മരുന്നിന്റെ സപ്ലൈ നിർത്തി വെക്കുന്ന വാർത്ത നമ്മുടെ കൺമുമ്പിൽ വന്നതാണ്. അവിടെ ഒരു മറ്റൊരു സംശയം, അതായത് ഈ അഴിമതി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിൽക്കുന്നതല്ലേ, അങ്ങനത്തെ അതിനപ്പുറത്തേക്ക് ഈ സർക്കാരിലേക്കും രാഷ്ട്രീയ നേതാക്കളിലൊക്കെ ഈ
അഴിമതി എത്തുന്നുണ്ടോ? പിന്നെ കാരണം ഭരിക്കുന്ന മന്ത്രിക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യം തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരിന് തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ആ മന്ത്രിസഭ പരാജയമാണ് എന്നുള്ളതാണ് അർത്ഥം, അല്ലെങ്കിൽ ആ മന്ത്രി പരാജയമാണ് എന്ന് വേണ്ടത് നമ്മൾ കരുതാനായിട്ട്. കാരണം അപ്പോൾ പിന്നെ ജനാധിപത്യത്തിൽ ജനങ്ങൾ എന്തിനാണ്, അധികാരം ആരുടെ കയ്യിലാണ്? ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ് അധികാരം. അധികാരമുള്ളത് ഭരിക്കുന്നവൻ്റെ കയ്യിലാണ്. ആ അധികാരം ഉപയോഗിക്കാനായിട്ട് മന്ത്രിക്ക് അറിയില്ല എന്നുള്ളതായിരിക്കും വാസ്തവം അതിനകത്ത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞു മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാന ഉത്തരവാദി മന്ത്രി തന്നെയാണ്. മന്ത്രിയുടെ ചില പിടിവാശികളുമാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.